വർക്ക് പവർ എനർജി എന്ന ചാപ്റ്ററിലെ കുറച്ച് ചോദ്യവും കൂടെ നമ്മളിന്ന് ബാക്കി കുറച്ച് പ്രോബ്ലം കൂടെയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അതിലിപ്പോൾ ആദ്യത്തെ ഈ ചോദ്യം കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ഇതിനെക്കുറിച്ചുള്ള ചില ചോദ്യങ്ങളാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം അല്ലേ, സമയം കളയണ്ട. A body of mass 5 kg is thrown up vertically with a velocity of 10 meters per second. Calculate the kinetic energy of the body. 5 കിലോഗ്രാം ഉള്ള ഒരു വസ്തു നേരെ ലംബമായിട്ട് 10 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ മുകളിലേക്ക് എറിയുന്നു. ആ വസ്തുവിൻ്റെ കൈനറ്റിക് എനർജി എത്രയാണ്? ഇന്നലെ നമ്മൾ ചെയ്തതാണെന്ന് തോന്നുന്നു. മാസ് ഓഫ് ദ ബോഡി 5 kg, വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, കൈനറ്റിക് എനർജി ഓഫ് ദ ബോഡി ½ mv സ്ക്വയർ, ½ × 5 × 10 സ്ക്വയർ 250 ജൂൾസ്. മാസ് ഇൻ കെ ജി, വെലോസിറ്റി ഇൻ മീറ്റർ പെർ സെക്കൻഡ്, അപ്പോൾ ½ × mv സ്ക്വയർ. അതാണ് നമ്മുടെ ഫോർമുല. 250 അത്രയേ ഉള്ളൂ. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഫൈൻഡ് ദ കൈനറ്റിക് എനർജി ഓഫ് എ ബോഡി 3 kg മൂവിങ് വിത്ത് എ വെലോസിറ്റി ഓഫ് 10 മീറ്റർ പെർ സെക്കൻഡ്. 3 കിലോഗ്രാമുള്ള വസ്തുവിൻ്റെ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ അതിൻ്റെ കൈനറ്റിക് എനർജി എത്ര? അതുപോലെ തന്നെ കൈനറ്റിക് എനർജി ½ mv സ്ക്വയർ, ½ × 3 × 10 സ്ക്വയർ, ½ × 3 × 100, 300/2 150 ജൂൾസ്. ഇനി അടുത്തതൊന്ന് പൊട്ടൻഷ്യൽ എനർജി സംബന്ധിച്ച ഒരു പ്രോബ്ലമാണ്. വാട്ട് ഈസ് എ പൊട്ടൻഷ്യൽ എനർജി ഇൻ എ ബോഡി ഓഫ് മാസ് 5 kg ഓൺ ടോപ്പ് ഓഫ് എ പോൾ 20 meters ഹൈറ്റ്. 20 മീറ്റർ ഉയരത്തിലിരിക്കുന്ന ഒരു 5 കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തുവിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണെന്ന്. പൊട്ടൻഷ്യൽ എനർജി എന്താണ്? പൊട്ടൻഷ്യൽ എനർജി ഈസ് എനർജി പൊസസ്ഡ് ബൈ എ ബോഡി ബിക്കോസ് ഓഫ് ഇറ്റ്സ് പൊസിഷൻ. അതിൻ്റെ സ്ഥാനം കൊണ്ട് വസ്തുവിന് കിട്ടുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി. സോ ഇറ്റ് ഹാസ് സം മാസ് ആൻഡ് height of the body are given. Height of the body from earth surface level. അപ്പോൾ മാസ് 5 kg എന്ന് തന്നിട്ടുണ്ട്, ഹൈറ്റ് 20 meters എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ ഫോർമുല? പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു mh kg മീറ്റേഴ്സ് അല്ലെങ്കിൽ mgh ജൂൾസ്. mh kg മീറ്റർ, മാസ് ഇൻറ്റു ഹൈറ്റ് 5 × 20 100 kg മീറ്റേഴ്സ്. അത് ജൂളിലേക്കാണെങ്കിൽ mgh, എമ്മും ജിയും ഗുണിക്കണം. അതിനെ 9.8 ജി ഐസൊലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൊണ്ട് ഗുണിക്കണം. mgh 1 kg മീറ്റർ = 9.8 ജൂൾ. അവസാനം ഗുണിച്ചിരിക്കുന്നു ഇവിടെ, എന്നാലും കുഴപ്പമില്ല. 980 ജൂൾസ് എന്ന് കിട്ടും അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി. അപ്പം കൈനറ്റിക് എനർജി ½ mv സ്ക്വയർ ജൂൾസ്, പൊട്ടൻഷ്യൽ എനർജി mgh ജൂൾസ് അല്ലെങ്കിൽ mh kg മീറ്റേഴ്സ്. അപ്പോൾ അതിൻ്റെ ആൻസർ ഇതാ. ഇനി എ ഫോഴ്സ് ഓഫ് 10 newtons ആക്ട്സ് ഓൺ എ ബോഡി ഓഫ് മാസ് 5 kg ഫോർ 10 seconds. ഇഫ് ദ ബോഡി ഈസ് ഇനിഷ്യലി അറ്റ് റെസ്റ്റ്, കാൽക്കുലേറ്റ് ദ എനർജി അക്വയർഡ്. ഒരു ഫോഴ്സ് 10 ന്യൂട്ടൺ ഫോഴ്സ് ഒരു വസ്തുവിൽ 5 കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തുവിൽ 10 സെക്കൻഡ് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. ഇഫ് ദ ബോഡി ഈസ് ഇനീഷ്യലി അറ്റ് റെസ്റ്റ്, ആദ്യത്തെ ഇനീഷ്യലി അത് നിശ്ചലാവസ്ഥയിലാണ്. കാൽക്കുലേറ്റ് ദ എനർജി അക്വയർഡ്, അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട അല്ലെങ്കിൽ അത് നേടിയെടുത്ത എനർജി എത്രയാണ്? ആരോമൽ സാധാരണ കഴിയാറാകുമ്പോഴാണല്ലോ വരുന്നത്. ഇന്നെ നേരത്തെ വന്നേ. എന്ത് ചെയ്യാനാ, വന്നു പോയില്ലേ, പെട്ടു. ജാങ്കോ ഞാൻ പെട്ടു എന്നല്ലേ. ഇനീഷ്യൽ വെലോസിറ്റി 0, ഫൈനൽ വെലോസിറ്റി എത്രയാണ്, ആക്സലറേഷൻ എത്രയാണ്, അതൊന്നും അറിയില്ല. വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ അടുത്ത പാർട്ടിലാണ് നമ്മൾ പഠിക്കുന്നത്. ചോദ്യം ഇപ്പം തന്നെ തന്നാൽ എന്താ ചെയ്യുക? അപ്പോൾ അതുപോലെ
ടൈം 10 സെക്കൻഡാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഫോഴ്സ് 10 ന്യൂട്ടനാണ്. മാസ് 5 കിലോഗ്രാമാണ് തന്നിരിക്കുന്നു. ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ. അപ്പോൾ ആക്സലറേഷൻ എത്രയാണ് ഉണ്ടായെന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ. മാസ് 5 കിലോഗ്രാം, ആക്സലറേഷൻ അറിയില്ല, ഫോഴ്സ് 10 ന്യൂട്ടൺ. ആരാ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്? ഷിൻസ് ജോസഫ്. അപ്പോൾ പിന്നെ ഇവിടെ ഫോഴ്സ് സമം മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ആക്സലറേഷൻ സമം ഫോഴ്സ് ബൈ മാസ്. ഫോഴ്സ് ഇപ്പുറം വരുമ്പോൾ പിന്നെ ഈ ഫോഴ്സ് ഇപ്പുറം വരുമ്പോൾ മാസ് ഇപ്പുറം വന്നപ്പോൾ ഫോഴ്സിനെ മാസ് കൊണ്ട് ഹരിക്കണം. അപ്പോൾ ആക്സലറേഷൻ സമം ഫോഴ്സ് ബൈ മാസ് എന്ന് കിട്ടും. പിന്നെ ആരാ വരുന്നുണ്ട്? അരുൺ പി ജെ. എല്ലാവരും താമസിക്കുക. അപ്പോൾ ഫോഴ്സ് 10 ന്യൂട്ടൺ, മാസ് 5 kg എന്നുണ്ട്. ഫോഴ്സ് ബൈ മാസ് 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ആക്സിലറേഷൻ. 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പം അപ്ലൈയിങ് ഫോഴ്സ് ഇനീഷ്യൽ വെലോസിറ്റി കാണാനുള്ള ഫോർമുല വി സമം യു പ്ലസ് എ ടി. വി ഫൈനൽ വെലോസിറ്റി സമം യു പ്ലസ് എ ടി. യു ഇനീഷ്യൽ വെലോസിറ്റി, എ ആക്സിലറേഷൻ, ടി ടൈം. അപ്പം വി സമം 0. ഇനീഷ്യൽ വെലോസിറ്റി ഇനീഷ്യലി അറ്റ് റെസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 0 പ്ലസ് 2 ഇൻറ്റു 2 ആക്സിലറേഷൻ 2 ടൈം 10 സെക്കൻഡ്. അപ്പം ഫൈനൽ വെലോസിറ്റി വി സമം 2 ഇൻറ്റു 10 20 എന്ന് കിട്ടും. ഫൈനൽ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. എനർജി 12 mv². എനർജിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം 12 ഇൻറ്റു മാസ് 5 ഇൻറ്റു വി സ്ക്വയർ 20 സ്ക്വയർ. ഫൈനൽ വെലോസിറ്റി വി 20 സ്ക്വയർ. 12 ഇൻറ്റു 5 ഇൻറ്റു 400 സമം 1000 ജൂൾസ്. ഈ ഫോർമുല നമ്മൾ അടുത്ത പാർട്ടിലാണ് പഠിക്കുന്നത്. വി ഈക്വൽ ടു വെലോസിറ്റി സ്പീഡ് എന്നൊക്കെയുള്ള ഭാഗം ഈ ചാപ്റ്ററിൽ തന്നെ അടുത്ത ടോപ്പിക്കായിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഫോർമുല നമ്മൾ പഠിക്കും. ഓക്കെ. അപ്പോൾ അതിൽ നിന്ന് ഈ ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം അതെന്താണെന്നൊക്കെ നമ്മൾ അന്നേരം പഠിക്കും. അപ്പോൾ ഇവിടെ എനർജി 1000 ജൂൾസ് എന്ന് കിട്ടി. അതുപോലെ അടുത്ത ചോദ്യം, ഇത് പിന്നെ നമ്മൾ ആ പാർട്ട് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി ഈ കണക്ക്. അടുത്തത് An electrically driven pump delivers 0.9 cubic meters of water per minute to a height of 20 meters. The efficiency of motor is 90% and pump is 75%. Calculate the rating of the electric motor in kilowatt. കുറേ സ്റ്റെപ്പുകളുള്ള ഒരു കണക്കാണ്. ഒരു ഇലക്ട്രിക് മോട്ടോർ 0.9 ക്യൂബിക് മീറ്റർ വാട്ടർ പിന്നെ ഒരു മിനിറ്റിൽ 20 മീറ്റർ ഉയരത്തിലേക്ക് ഉയർത്തും. അപ്പോൾ ആ പമ്പിൻ്റെ നെറ്റ് ഔട്ട്പുട്ടാണ് ഈ പറഞ്ഞ സംഗതികൾ. എന്താ 0.9 ക്യൂബിക് മീറ്റർ, 0.9 ക്യൂബിക് മീറ്റർ വാട്ടർ വിൽ പമ്പ് ടു 20 മീറ്റേഴ്സ് ഹൈറ്റ് ഇൻ 1 മിനിറ്റ്. അപ്പോൾ ആ പമ്പിൻ്റെ നെറ്റ് ഔട്ട്പുട്ടാണ്, അതായത് BHP ആണ് അല്ലേ. ആ പമ്പിൽ നമുക്ക് പ്രാക്ടിക്കലി ലഭിക്കുന്ന ഔട്ട്പുട്ടാണിത്. എഫിഷ്യൻസി ഓഫ് ദ മോട്ടറിൻ്റെ എഫിഷ്യൻസി 90%. എത്ര? അതായത് 100 കിലോ വാട്ട് കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് 90 കിലോ വാട്ടേ അതിൽ നിന്ന് ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അതുപോലെ ഒരു ഇലക്ട്രിക് പമ്പിന് 2 ഭാഗങ്ങളുണ്ട്. ഇലക്ട്രിക് മോട്ടറുണ്ട്, അതിൻ്റെ പമ്പുണ്ട്, അതിൻ്റെ ഇമ്പല്ലർ പിന്നെ ഒക്കെ ഇരിക്കുന്ന ഭാഗം. ആ പമ്പിൻ്റെ എഫിഷ്യൻസി 75%. അപ്പോൾ ഇലക്ട്രിക് മോട്ടർ ഈ പമ്പിനെ കറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ കൊടുക്കുന്നതിൻ്റെ 75%മേ ഔട്ട്പുട്ട് കിട്ടുകയുള്ളൂ. 75%. അപ്പോൾ പമ്പിൻ്റെ എഫിഷ്യൻസി 75%. കാൽക്കുലേറ്റ് റേറ്റിംഗ് ഓഫ് ദി ഇലക്ട്രിക് മോട്ടോർ. റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോട്ടറിൻ്റെ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, അത് എത്ര HP മോട്ടറാണെന്നാണ് അല്ലേ. ഒരു പമ്പിനെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് അത് എത്ര HP എന്നുള്ളതാണ്, അതിൻ്റെ പവർ. അപ്പോൾ ആ HP അല്ലെങ്കിൽ പമ്പ് ആ ഇലക്ട്രിക് മോട്ടർ ഇതിൽ എത്ര പവർ കൊടുക്കണം,
അപ്പോൾ 2 ഘട്ടത്തിൽ ഇവിടെ നഷ്ടപ്പെടുന്നുണ്ട് പമ്പ്. ഇത് നമുക്ക് നെറ്റ് ഔട്ട്പുട്ട് ഇതാണ്. അതിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ട് പവർ കണ്ടുപിടിക്കാം. മാസ് ഇൻറ്റു ഇത് എന്നാ വർക്ക് ഡൺ ബൈ ടൈം വെച്ച് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ 20 മീറ്റർ ഉയരത്തിലേക്ക് 0.9 ക്യൂബിക് മീറ്റർ പിന്നെ വെള്ളത്തിനെ 1 മിനിറ്റ് കൊണ്ട് വർക്ക് ചെയ്യുമ്പോൾ അവിടെ എത്ര പവർ ഔട്ട്പുട്ട് കിട്ടുന്നു. ശരിക്കും അതിനേക്കാളിലും 10% അധികം കൊടുക്കണം പിന്നെ മോട്ടറിൽ. പമ്പിൽ അതിൻ്റെ 75%മേ കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ 2 ലോസും കഴിഞ്ഞിട്ട് കിട്ടുന്നതാണ് ഈ പമ്പിന് നമുക്ക് കിട്ടുന്ന ഈ ഔട്ട്പുട്ട്. 0.9 ക്യൂബിക് മീറ്റർ വെള്ളം 20 മീറ്റർ ഉയരത്തിലേക്ക് 1 മിനിറ്റ് കൊണ്ട് ഉയർത്തുക എന്നുള്ള ഈ ഔട്ട്പുട്ട് നമുക്ക് ഈ 2 ലോസും ഇവിടെ 10% നഷ്ടപ്പെടുന്നു, പമ്പിൽ 25% നഷ്ടപ്പെടുന്നു. ആ 2 ലോസും കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടാണ് ഈ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആ മോട്ടറിന് എന്തുമാത്രം പവർ കൊടുക്കണം, ആ മോട്ടറിൻ്റെ അല്ലെങ്കിൽ ആ ഇലക്ട്രിക് മോട്ടറിൻ്റെ റേറ്റിംഗ് എത്രയാണ്. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ 100 കിലോ വാട്ട് പിന്നെ ആ ഇലക്ട്രിക് മോട്ടറിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പമ്പിലേക്ക് പോകുമ്പോൾ 90 കിലോ വാട്ടേ പോവുള്ളൂ. അതായത് 10% നഷ്ടപ്പെട്ട് 90 കിലോ വാട്ടേ ആ പിന്നെ മോട്ടർ പമ്പിലേക്ക് കൊടുക്കുകയുള്ളൂ. ആ പമ്പ് അതിൽ 25% നഷ്ടം കഴിച്ചിട്ട് ലോസ് കഴിച്ചിട്ട് 75%മേ നമുക്ക് ജസ്റ്റ് ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അപ്പോൾ ആ ഔട്ട്പുട്ടാണ് നമ്മളിവിടെ മുകളിൽ പറഞ്ഞത്. 0.9 ക്യൂബിക് മീറ്റർ വെള്ളം 20 മീറ്റർ ഉയരത്തിലേക്ക് 1 മിനിറ്റ് കൊണ്ട് ഉയർത്തും എന്ന് പറഞ്ഞത് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടാണ്. അപ്പോൾ ആക്ച്വലി മോട്ടറിൽ എത്രയാണ് നമ്മൾ പവർ കൊടുക്കേണ്ടത്, അതിൻ്റെ റേറ്റിംഗ് എത്രയാണ്, മോട്ടറിൻ്റെ ഇൻപുട്ട്, മോട്ടറിൻ്റെ ഔട്ട്പുട്ട്, അത് പമ്പിൻ്റെ ഇൻപുട്ട്, അതിന് പമ്പിൻ്റെ ഔട്ട്പുട്ട്, അങ്ങനെ 2 ഉപകരണങ്ങളിലെല്ലാം ലോസ് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ആക്ച്വലി അതിൽ നമ്മൾ എത്ര കൊടുക്കണം. അപ്പോൾ 70 അതിൽ ചിലപ്പോൾ നമുക്ക് പിന്നെ 60 70 പിന്നെ കിലോ വാട്ട് കിട്ടണമെങ്കിൽ നമ്മൾ 100 കിലോ വാട്ട് ഇതിൽ മോട്ടറിൽ കൊടുത്താലേ നമുക്ക് അത്ര ഔട്ട്പുട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ആ ലോസുകൾ എത്ര ശതമാനമാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി എത്രയാണ് നമ്മൾ കൊടുക്കേണ്ടത് കണ്ടുപിടിക്കണം. അപ്പം വാട്ടർ ലിഫ്റ്റ് ചെയ്ത് നമുക്ക് ആ പവർ, നമുക്ക് ഔട്ട്പുട്ട് എത്ര പവർ ഉണ്ടെന്ന് നോക്കാം. വാട്ടർ ലിഫ്റ്റ് 0.9 ക്യൂബിക് മീറ്റേഴ്സ്, അതായത് 0.9 × 1000 ലിറ്റേഴ്സ്, അതായത് 1 ക്യൂബിക് മീറ്റർ 1000 ലിറ്ററാണ്. അപ്പോൾ 900 ലിറ്റർ. 900 ലിറ്റർ എന്ന് പറഞ്ഞാൽ 900 kg. 1 ലിറ്റർ വാട്ടറിന് 1 കിലോഗ്രാം വെയിറ്റ് ആണല്ലോ ഉള്ളത്. അപ്പോൾ 900 kg ആണ് ആ ഔട്ട്പുട്ട് വെള്ളത്തിൻ്റെ അളവ്. ഇനി ഡിസ്റ്റൻസ് മൂവ്ഡ് 20 മീറ്റർ, ടൈം ടേക്കൺ 60 സെക്കൻഡ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ആ ഒരു ഡയഗ്രാം നോക്കിക്കുക. ഇലക്ട്രിസിറ്റി മോട്ടറിലേക്ക് ഇൻപുട്ട് കൊടുക്കുന്നു. ആ മോട്ടർ ഇവിടെ 10% നഷ്ടപ്പെടുത്തിയിട്ട് ബാക്കിയാണ് ഈ പമ്പിലേക്ക് കൊടുക്കുന്നത്. പമ്പ് ഇവിടുന്ന് 25% നഷ്ടപ്പെടുത്തി 75%ആണ് ഈ വെള്ളം ഉയർത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ വെള്ളം ഉയർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന പവറാണ് നമ്മളിവിടെ മുകളിൽ കാണുന്നത്. ഹോഴ്സ് പവർ ഔട്ട്പുട്ട് ഓഫ് ദി പമ്പ്, ഫോഴ്സ് അപ്ലൈഡ് ഇൻറ്റു ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ മോട്ടർ ഇൻറ്റു 75 kg. ഇത് മീറ്റർ, അതിനെ HP ആക്കാൻ 75 കൊണ്ട് ഹരിച്ചു. ഇത് ടൈം ഇൻ സെക്കൻഡ്. മനസ്സിലായല്ലോ. നമ്മൾ പിന്നെ ഇപ്പോൾ ആദ്യം നമ്മൾ ഈ പമ്പിൻ്റെ ഔട്ട്പുട്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കുകയാണ്. ഫോഴ്സ് അപ്ലൈഡ് എത്രയാണ്? 900 kg. 900 kg ആണല്ലോ വെള്ളത്തിൻ്റെ ഭാരം. ഡിസ്റ്റൻസ് മൂവ്ഡ് 20 മീറ്റർ. അപ്പോൾ ടൈം ഇൻ സെക്കൻഡ് 60 സെക്കൻഡ്, അതായത് 1 മിനിറ്റിലാണ് ഇത്രയും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് ആ വാല്യൂ അപ്ലൈ ചെയ്യുക. അതിനെ kg മീറ്റർ പെർ സെക്കൻഡിലാണ് കിട്ടും. അതിനെ നമ്മൾ HP ആക്കാൻ 75 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇത് നോക്കട്ടെ അടുത്ത ഷീറ്റ്. അപ്പോൾ 900 kg വെള്ളത്തിൻ്റെ ഭാരം kg ഇൻറ്റു 20 മീറ്റർ, ഇതിന് 60 സെക്കൻഡ് സമം ബൈ 75 കൊണ്ട് ഹരിച്ചാൽ ഇത് kg മീറ്റർ പെർ സെക്കൻഡിലേ കിട്ടുള്ളൂ. 75 കൊണ്ട് ഹരിച്ചാൽ HP-യിലാവും. അപ്പോൾ 4 HP ആണ് ആ പമ്പിൻ്റെ ഔട്ട്പുട്ട്. ഓക്കെ, മനസ്സിലായോ? കേൾക്കുന്നുണ്ടോ? 4 HP ഔട്ട്പുട്ടാണ് ആ പമ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്.
അപ്പോൾ ആ പമ്പിന് കിട്ടുന്നതിൻ്റെ 75% നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുള്ളൂ. ആ മോട്ടറിൽ കൊടുക്കുന്ന കറണ്ടിൻ്റെ 90% പമ്പിലേക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ ആ ഇലക്ട്രിക് മോട്ടറിൽ എത്ര കൊടുക്കണം, വാട്ട് ഈസ് ദ ഇനീഷ്യൽ ഇൻപുട്ട് ഓഫ് ദി പമ്പ് മോട്ടോർ ഇലക്ട്രിക് അല്ലെങ്കിൽ പവർ ലോസ് 10%, പമ്പ് പവർ ലോസ് 25%. ആഫ്റ്റർ ദാറ്റ് വി വിൽ ഗെറ്റ് 4 HP. So we have to find the actual input of the motor pump output. So 4 HP is the output. അപ്പോൾ ഇൻപുട്ട് ടു ദി പമ്പിലേക്ക് നിങ്ങൾ ആ ഓർഡർ മനസ്സിൽ വെക്കണം. മോട്ടറിന് കറണ്ട് കൊടുക്കുന്നു, കറണ്ട് ഉപയോഗിച്ച് അതിന് റോട്ടറി മോഷൻ ആക്കി അത് പമ്പിലേക്ക് കൊടുക്കുന്നു. പമ്പ് അതിനെ റോട്ടറി മോഷൻ മെക്കാനിക്കൽ വർക്ക് ചെയ്ത് വെള്ളത്തിനെ ഉയർത്തുന്നു. അപ്പോൾ അവിടെ 2 ഘട്ടമുണ്ട്. ഒരു വാട്ടർ പമ്പ് എന്ന് പറയുന്നതിൽ 2 ഉപകരണങ്ങൾ ചേർന്നതാണ് ഒരു വാട്ടർ പമ്പ്. ഒരു ഇലക്ട്രിക് മോട്ടറും അതിൻ്റെ കൂട്ടത്തിൽ ഒരു പമ്പും. അതായത് ആ ഇമ്പല്ലർ കറങ്ങി വെള്ളം പൈപ്പ് വലിച്ചെടുത്ത് ഒരു സ്ഥലത്തൂടെ തള്ളുന്ന ആ ഭാഗമാണ് പമ്പെന്ന് പറയുന്നത്. അല്ലാതെ ഇത് മൊത്തത്തിൽ നമ്മൾ സാധാരണ ചിലപ്പോൾ മൊത്തത്തിൽ അത് മോട്ടർ എന്ന് പറയും. പക്ഷേ മോട്ടർ അതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ്. നമ്മൾ മുമ്പത്തെ ചിത്രത്തിൽ കണ്ടില്ലേ, മോട്ടർ അതിൻ്റെ ഒരു പാർട്ടാണ്. മോട്ടറിനോട് ചേർന്ന് അതിൻ്റെ ഒരു ഷാഫ്റ്റ് വന്നിട്ട് അതിലൊരു പമ്പുണ്ട്. ആ പമ്പ് അത് രണ്ടും വ്യത്യസ്ത തരം. ഇത് ഒരു ഇലക്ട്രിക്കൽ ഉപകരണമാണ്, ഇതൊരു മെക്കാനിക്കൽ ഉപകരണം. പമ്പ് ഈസ് എ മെക്കാനിക്കൽ ഇൻസ്ട്രുമെൻറ്റ്, ഇലക്ട്രിക് മോട്ടോർ ഈസ് എ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റ്. ഈ പമ്പ് ഈസ് ഡൂയിങ് മെക്കാനിക്കൽ വർക്ക്. മോട്ടോർ കൺവേർട്സ് electrical energy to mechanical energy. Electric motor converts electrical energy to mechanical energy. This pump receives mechanical energy and delivers mechanical work done. ഈ പമ്പിന് നമുക്ക് മെക്കാനിക്കൽ വർക്ക് എനർജിയാണ് കൊടുക്കുന്നത് ഈ ഷാഫ്റ്റിൻ്റെ റൊട്ടേഷനായിട്ട്. അത് ആ എനർജി ഉപയോഗിച്ച് ഈ വെള്ളത്തിനെ ഉയർത്തുന്നു. 2 ഘട്ടങ്ങളുണ്ട്, അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ പമ്പ് നമുക്ക് ഔട്ട്പുട്ട് തരുന്നത് 4 HP ആണ് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പം ഇൻപുട്ട് ഓഫ് ദ പമ്പിന് എത്ര കൊടുക്കണം? പമ്പിന് എത്രയോ കൊടുക്കുന്നതിൻ്റെ 75% നമുക്ക് ഈ 4 HP ആയിട്ട് കിട്ടുന്നത്. ശരിക്ക് അതിലും കൂടുതൽ പവർ പമ്പിന് കൊടുക്കുന്നുണ്ട്, 25% നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഇൻപുട്ട് ഓഫ് ദ പമ്പ് ഈസ് ഈക്വൽ ടു പമ്പ് ഔട്ട്പുട്ട് എഫിഷ്യൻസി സമം ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണല്ലോ. അപ്പം ഇൻപുട്ട് സമം പമ്പ് ഔട്ട്പുട്ട് ബൈ എഫിഷ്യൻസി. അപ്പോൾ 4/75, 4 ഇൻറ്റു 75/100 എന്ന് പറയുമ്പം തിരിച്ചിട്ട് കഴിഞ്ഞാൽ 100/75, അതായത് ഇതിൻ്റെ 100%. ശരിക്കും പമ്പിൻ്റെ 75% ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ അതിന് 100% എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% 16/3. അപ്പോൾ 5.33 അത്ര HP കിട്ടുക. ഇത് ഇവിടുന്ന് ഹരിക്കുന്നില്ല, നമ്മളിവിടെ വെച്ചിരിക്കുന്നു. 16/3 HP ആണ് പമ്പിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ട്. 16/3 HP ആണ് പമ്പിലേക്ക് കൊടുക്കേണ്ട ഇൻപുട്ട്. അത് നമുക്ക് എത്ര കിട്ടുള്ളൂ? എത്രയാ പമ്പ് ചെയ്ത് പുറത്തേക്ക് കിട്ടുന്നത്? എത്ര HP? 4 HP. നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു 4 HP പമ്പിൽ നിന്ന് പുറത്തേക്ക് കിട്ടുന്നുള്ളൂ. ഇനി ആസ് പെർ ബ്ലോക്ക് ഡയഗ്രാം, മോട്ടോർ ഔട്ട്പുട്ട് സമം പമ്പ് ഇൻപുട്ട്. മോട്ടോറിൽ നിന്ന് ഔട്ട്പുട്ടായിട്ട്, ഇലക്ട്രിക് മോട്ടറിൽ നിന്നുള്ള ഔട്ട്പുട്ടാണ് പമ്പിൻ്റെ ഇൻപുട്ട്. ആ ഇൻപുട്ട് സ്വീകരിച്ചിട്ട് പമ്പ് നമുക്ക് ഈ വെള്ളത്തിനെ ഉയർത്തുന്നത്, പമ്പിൻ്റെ ഔട്ട്പുട്ട്. അപ്പം മോട്ടറിൽ നിന്നുള്ള ഔട്ട്പുട്ട് എത്രയായിരിക്കണം? 16/3 ഈ മോളിൽ കണ്ടുപിടിച്ച, അതായത് മോട്ടോറിൻ്റെ ഇൻപുട്ട് കാണിച്ചു തരാം. ഇലക്ട്രിസിറ്റി ഇവിടെ ഈ മോട്ടറിൻ്റെ ഇൻപുട്ട് ഇലക്ട്രിസിറ്റി കൊടുക്കുന്നു. മോട്ടറിൻ്റെ ഔട്ട്പുട്ട് തന്നെയാണ് പമ്പിൻ്റെ ഇൻപുട്ട്. ശരിയല്ലേ? ഈ പമ്പിലേക്ക് കിട്ടുന്ന, മോട്ടറിൽ നിന്ന് എത്രയാണോ ഔട്ട്പുട്ട് കിട്ടുന്നത് അതാണ് ഈ പമ്പിന് ഇൻപുട്ട് കിട്ടുന്നത്. ആ പമ്പ് പുറത്തേക്ക് കിട്ടുന്നത് അതിൽ 25% നഷ്ടപ്പെടുത്തി 75% ഉപയോഗിച്ചാണ് ഈ വെള്ളം ഉയർത്തുന്നത്. ഈ പമ്പിൻ്റെ അകത്തെ ഫ്രിക്ഷനും കാര്യങ്ങളും ഒക്കെ ലോസൊക്കെ ആയിട്ട് 25% പോകും. ഓക്കെ, ഇവിടെ ഇലക്ട്രിസിറ്റി ഈ ഇലക്ട്രിക് മോട്ടറിന് കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇതിൻ്റെ ഫ്രിക്ഷനും പിന്നെ ഹീറ്റും ഒക്കെ ലോസസ് കഴിഞ്ഞിട്ട് ഇതിന് പുറത്ത് കിട്ടുന്നത് 10% നഷ്ടപ്പെടുത്തിയിട്ട് ബാക്കി 90% പമ്പിലേക്ക് കൊടുക്കുന്നുള്ളൂ.
ആ കിട്ടുന്നതിൻ്റെ 25% നഷ്ടപ്പെടുത്തി 75% വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതാണ് ഇവിടുത്തെ 2 ഘട്ടങ്ങളെന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പം നമുക്ക് പമ്പിൻ്റെ ഇൻപുട്ട് 16/3 പമ്പ് മോട്ടോർ ഓർക്കണം എന്താണ്. പമ്പിൻ്റെ ഇൻപുട്ട് 16/3 HP ആണ്. സോ ഔട്ട്പുട്ട് ഓഫ് ദി മോട്ടോർ ഈസ് ഓൾസോ ഈക്വൽ ടു 16/3. ആ മോട്ടോറിൻ്റെ ഔട്ട്പുട്ടാണ് പമ്പ് ഇൻപുട്ട്. സോ മോട്ടോർ ഔട്ട്പുട്ട് സമം 16/3. അപ്പം മോട്ടോർ ഇൻപുട്ട് എങ്ങനെയായിരിക്കും? അവിടെ 10%, 10% ലോസ് ഉണ്ട്. സമം മോട്ടോർ ഇൻപുട്ട് സമം മോട്ടോർ ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ മോട്ടോർ എഫിഷ്യൻസി. എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. അപ്പോൾ ഇൻപുട്ട് സമം മോട്ടോർ ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ മോട്ടോർ എഫിഷ്യൻസി. മോട്ടോർ ഇലക്ട്രിക് മോട്ടോറിൻ്റെ കേസാണ്. ഓക്കെ, അപ്പോൾ മോട്ടോർ ഇൻപുട്ട് സമം ഇതുണ്ടോ, മോട്ടോർ ഔട്ട്പുട്ട് എത്രയാണ്? മോട്ടോറിൻ്റെ ഔട്ട്പുട്ട് 16/3 HP എന്ന് കിട്ടി. 16/3. അതിൻ്റെ എഫിഷ്യൻസി എത്രയാണ്? 90%. അപ്പോൾ ഇതെത്രയാണ്? 16/3 ഹരിക്കണം 90%. 16/3 ഇൻറ്റു 90/100, അതായത് 16/3 ഇൻറ്റു 100/90. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്താൽ 160/27 HP എന്ന് കിട്ടും. അപ്പോൾ 160/27 HP-യെ നമുക്ക് കിലോ വാട്ട്സിലേക്ക് മാറ്റാൻ 0.735 കൊണ്ട് ഗുണിക്കുക. കിലോ വാട്ട്സ് ആക്കാൻ 1000 കൊണ്ട് ഹരിക്കുക. അപ്പം 0.7355 കിലോ വാട്ട്സ് 55 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഇത് കിലോ വാട്ട്സായി. അപ്പം 4.358 കിലോ വാട്ട്സ് എന്ന് പറയും. അപ്പം IHP ഇൻഡിക്കേറ്റർ ഹോഴ്സ് 1 HP സമം, അത് എന്തുകൊണ്ടാണ് ഈ 0.7355 എടുത്തതെന്ന് ആണ് എഴുതിയിരിക്കുന്നത്. 1 HP സമം 0.7355 കിലോ വാട്ട്സ്. സോ നെറ്റ് റേറ്റിംഗ് ഓഫ് ദി മോട്ടോർ 4.358 കിലോ വാട്ട്സ്. അപ്പോൾ 4.358 കിലോ വാട്ട്സ് മോട്ടറിൽ കൊടുത്താൽ അതിൽ 10% നഷ്ടപ്പെട്ട് മോട്ടറിന് കിട്ടും, പമ്പിന് കിട്ടും. പമ്പിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് കിട്ടുന്നതാണ് 4 HP. അപ്പോൾ 4.358 മോട്ടറിന് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4 HP ഔട്ട്പുട്ടാണ്. 4 HP ഔട്ട്പുട്ടാണ് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു. ഫസ്റ്റിലെ നമ്മൾ കണ്ടുപിടിച്ചു 900 ലിറ്റർ വെള്ളം 20 മീറ്റർ ഉയരത്തിലേക്ക് 1 മിനിറ്റ് കൊണ്ട് ഉയർത്തുന്ന ആ പ്രവൃത്തി, അത് എത്ര HP ആണ്? 4 HP ആണ്. അപ്പോൾ ആക്ച്വൽ ഇൻപുട്ട് ഓഫ് ദി മോട്ടോർ അല്ലെങ്കിൽ റേറ്റിംഗ് ഓഫ് ദ മോട്ടറിൻ്റെ അല്ലെ ഏത് ഉപകരണത്തിൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് അതിൽ കൊടുക്കുന്ന പവറാണ്. അപ്പോൾ അത്രയും പവർ 4.358 HP ആ മോട്ടറിന് കൊടുത്താലേ 4 HP ഔട്ട്പുട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇതിൻ്റെ അകത്ത് നമ്മൾ പവർ കാണുന്ന കണക്കുണ്ട്, എഫിഷ്യൻസി കാണുന്ന രണ്ട് പ്രാവശ്യത്തെ 2 സ്റ്റെപ്പുണ്ട്. അപ്പോൾ ആ 3 സ്റ്റെപ്പ് ആയിട്ട് വേണം ഈ പ്രോബ്ലം നമുക്ക് ചെയ്യാൻ. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അലക്സ ഇവിടെ ഉണ്ടോ? എല്ലാവരും കണക്ക് കേട്ട് ഉറങ്ങിപ്പോയെന്ന് തോന്നുന്നു. അപ്പോൾ ഇപ്പോൾ ഇത്രയൊക്കെ ഇത് നമ്മൾ ഇന്നലെ ചെയ്ത കണക്ക് ഇതുപോലെയുള്ള കണ്ടോ. എ പമ്പ് ക്യാൻ റേസ് 900 liters of water per minute 45 minutes. കാൽക്കുലേറ്റ് ദി HP ഓഫ് ദ പമ്പ്. ഇത് ജസ്റ്റ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. 900 ലിറ്റർ ഒരു 900 ലിറ്റർ എന്ന് പറഞ്ഞാൽ 900 kg. ഡിസ്റ്റൻസ് മൂഡ് 45 മീറ്റർ. ടൈം ടേക്കൺ 1 മിനിറ്റ്. ഫോഴ്സ് അപ്ലൈഡ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് മൂഡ് ബൈ ടൈം. HP ആക്കാൻ 75 കൊണ്ട് ഹരിച്ചു. അപ്പോൾ 900 × 45/60 ഇൻറ്റു 75 HP ആക്കാൻ 9 HP എന്ന് പറഞ്ഞ പോലെ അങ്ങനെയുള്ള സിമ്പിൾ കണക്കുകളെ സാധ്യം വരുവുള്ളൂ. എങ്കിലും നമ്മൾ അങ്ങനെ കുറച്ച് വലിയൊരു കണക്ക് നോക്കിയെന്നേ ഉള്ളൂ. അതായത് പല സ്റ്റെപ്പുകൾ ഉൾപ്പെടുന്ന ഒരു കണക്ക്. അങ്ങനെ ചെയ്യേണ്ടി വന്നാൽ നമ്മൾ ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് സ്പീഡ് ആൻഡ് വെലോസിറ്റി